സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഡയറക്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിറ്റർമിനൻസിൻ്റെ ഇൻവേഴ്സ് വെച്ചുകൊണ്ട് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്, എന്താണ് അറിയപ്പെടുന്നത്? ക്രാമേഴ്സ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ക്രാമേഴ്സ് റൂൾ? എന്താണ് ക്രാമേഴ്സ് റൂൾ നോക്കാം. ഞാൻ ജസ്റ്റ് 2/2 ആയിട്ടുള്ള എക്സും വൈയും രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് അത് എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യുക എന്നത് ആദ്യം കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 2/2 ആണ്, എക്സും വൈയും വരുന്നതാണ്. ദ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ആർ ഗിവൺ ബൈ a1x plus b1y is equal to some c1 and a2x plus b2y equal to c2 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ax equal to b. ആരാണ് a എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള a1, വൈയുടെ കൂടെയുള്ള b1, ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള a2, ഇവിടെ വൈൻ്റെ കൂടെയുള്ള b2 എന്ന ഈ ഒരു മെട്രിക്സ് ഓക്കെ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ വേരിയബിൾസ് ആരൊക്കെടാ? എക്സും വൈയും ആണ് രണ്ട് വേരിയബിൾസ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് സൊല്യൂഷൻ്റെ ഈക്വൽ ടു ആയിട്ട് വരേണ്ടത് c1 c2 എന്ന രീതിയിലുള്ള ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നതാണ് എ, ഈ കാണുന്നതാണ് നമ്മുടെ എക്സ്, ഈ കാണുന്നതാണ് ബി. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിലോട്ട് നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് എക്സ് കാണുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സ് കാണാൻ വേണ്ടി നമ്മൾ മുൻപ് ചെയ്തിരുന്ന എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഉള്ളിലുള്ള സ്മോൾ എക്സ് സ്മോൾ വൈ ഈ രണ്ട് ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു d1/d ആണ്, സ്മോൾ വൈ ഇസ് ഈക്വൽ ടു d2/d ആണ്. എന്താണ് d1 d2 d? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിറ്റർമിനൻറ്റ്. ഈ പറയപ്പെട്ട എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ a1 b1 a2 b2 എന്ന ആ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആണ് ഡി. d1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒന്നാമത്തെ കോളമായിട്ടുള്ള a1 a2 ഒന്നാമത്തെ കോളമായിട്ടുള്ള a1 a2 മാറ്റി പകരം c1 c2 കൊണ്ട് ഇട്ട് കൊടുത്താൽ c1 c2 എന്ന് കൊണ്ട് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന c1 c2 b1 b2 ശ്രദ്ധിക്കുക, a1 a2നെ മാറ്റിയിട്ട് പകരം c1 c2 എന്ന ആ കോളത്തിനെ കയറ്റി കൊടുത്താൽ കിട്ടുന്ന ആ ഒരു ഡിറ്റർമിനൻ്റാണ് d1. രണ്ടാമത്തെ കോളമായിട്ടുള്ള b1 b2 മാറ്റി പകരം c1 c2 വെച്ച് a1 a2 അതുപോലെ തന്നെ ഇട്ടാൽ കിട്ടുന്ന ആ ഡിറ്റർമിനൻ്റാണ് d2. അപ്പോൾ ഈ d1 d2 d ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം d1/d ചെയ്താൽ x കിട്ടും, d2/d ചെയ്താൽ y കിട്ടും. അതിന് d എന്തായിരിക്കണം? 0 അല്ലാത്തൊരു നമ്പർ ആയിരിക്കണം. d 0 ആയാൽ ഇതുണ്ടാവില്ല. എന്നാൽ സൊല്യൂഷൻ കാണാൻ പറ്റില്ല. d എന്ന് പറയുന്നത് 0 ആയാൽ രണ്ട് സിറ്റുവേഷനാണുള്ളത്. ഒന്ന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ, മറ്റൊന്ന് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആവാം, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാം, എന്തോ ആവട്ടെ d നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. സിംഗിൾ സൊല്യൂഷൻ മാത്രം എക്സസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിംഗിൾ സൊല്യൂഷൻ ആണോ അതോ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ അതോ നോ സൊല്യൂഷൻ ആണോ എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് അതിനകത്ത് പറഞ്ഞ ആ കണ്ടീഷൻസൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ആ കണ്ടീഷൻസൊക്കെ നോക്കിയിട്ട് യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ, ഒരു സിംഗിൾ സൊല്യൂഷൻ ആണെങ്കിൽ മാത്രമേ ക്രാമേഴ്സ് റൂളിലോട്ട് വരാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്രാമേഴ്സ് റൂളിലേക്ക് ചാടിക്കയറി പുറപ്പെടരുത്. ഓക്കെ, സിംഗിൾ സൊല്യൂഷൻ ആണെങ്കിൽ മാത്രം ആ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ക്രാമേഴ്സ് റൂൾ. ഓക്കെ, അപ്പോൾ d is not equal to 0 ആയിക്കഴിഞ്ഞാൽ if d is not equal to 0 then the given system of equation is consistent എന്ന സൊല്യൂഷൻ ഉണ്ട് എന്ന്, ആൻഡ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ, ഒരു സിംഗിൾ സൊല്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. x ഈക്വൽ ടു ആരാണ്? d1/d ആൻഡ് y ഈക്വൽ ടു ആരാണ്? d2/d. ഇനി d ഈക്വൽ ടു 0 ആയാൽ അതോടൊപ്പം d1ഉം d2ഉം 0 ആണെങ്കിൽ, അതായത് ഒന്നാമത്തെ കോളത്തിന് ഞാൻ ഫസ്റ്റത്തെ ഈ കാണുന്ന പൊസിഷനിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു ഡിറ്റർമിനൻ്റ് d1 അത് 0 ആയി. രണ്ടാമത്തെ കോളം മാറ്റി പകരം ഈ c1 c2 കൊണ്ട് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് d2 അതും 0 ആയാൽ, അങ്ങനെ രണ്ടുപേരും 0 ആയാലും അത് കൺസിസ്റ്റൻ്റ് ആണ്. എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. അവിടെ എന്താണ് സൊല്യൂഷൻ്റെ പ്രത്യേകത? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. എന്തായിരിക്കും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇനി d ഈക്വൽ ടു 0 ആവുന്നതിൻ്റെ കൂടെ d1ഉം d2ഉം നോൺ 0 ആണ് കിട്ടുന്നതെങ്കിൽ, d1 d2 നോൺ 0യും അതിൻ്റെ കൂടെ d 0യും ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അഥവാ നോ സൊല്യൂഷൻ ആണ്. എന്താണ്? നോ സൊല്യൂഷൻ ആണ് എന്നാണ് നമ്മൾ പറയുക. ഞാൻ നേരത്തെ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഈ ഒരു സംഗതി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാനൊരു ക്വസ്റ്റ്യനോട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, മുകളിൽ 3 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റത്തെ ക്വസ്റ്റിനകത്ത് നോക്കുക എക്സ് പ്ലസ് വൈ ഇസ് കൂടെ 8 ആൻഡ് എക്സ് മൈനസ് വൈ ഇസ് കൂടെ 2. ഞാൻ ഡിറ്റർമിനൻറ്റ് ഡി എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എന്തോന്നാണ് ഈ കാണുന്ന എക്സിൻ്റെ കൂടെ 1 വൈയുടെ കൂടെ 1 എക്സിൻ്റെ കൂടെ 1 വൈയുടെ കൂടെ -1 ഡിറ്റർമിനൻറ്റ് കണ്ടാൽ 1 × -1 ദാറ്റ് ഈസ് -1 -1 × 1 ഈസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഒന്നാമത്തെ കോളം 1 1 മാറ്റി പകരം 8ഉം 2 ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് D1. എന്താ കിട്ടുക 8 2. ആ 1ഉം -1ഉം അതുപോലെ ഇട്ട് കൊടുക്കണം. 1ഉം -1ഉം അതുപോലെ ഇട്ട് കൊടുക്കണം. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ -1 × 8 എന്ന് പറഞ്ഞാൽ -8 -1 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് കിട്ടുന്നത് -8 -2 വിച്ച് ഈസ് ഈക്വൽ ടു -10. ഓക്കെ. ആൻഡ് D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നു ഡിറ്റർമിനൻറ്റ് ഓഫ് നമ്മുടെ ഡി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ 1 1 1 -1 അതിൻ്റെ ഡിറ്റർമിനൻ്റാണ് ഈ കാണുന്നതെങ്കിൽ അതിന് ലാസ്റ്റ് എൻഡിലുള്ള 8ഉം 2ഉം ഇവിടുത്തെ രണ്ടാമത്തെ കോളം മാറ്റി പകരം കൊണ്ടുപോയി കൊടുത്താൽ 1 1 അതുപോലെ കിടക്കും. ഈ 1 -1ന് പകരം 8 2 ഇട്ട് കൊടുത്താൽ ഡിറ്റർമിനൻ്റ് കാണുന്ന സമയത്ത് 1 × 2 2 -8 × 1 8 അഥവാ എന്ത് കിട്ടും -6 എന്ന് കിട്ടുന്നു. Now the solution will be x equal to d1 by d. d1 ആരാന്ന് ചോദിച്ചാൽ -10 divided by d ആരാ -2 and -10 by -2 ചെയ്താൽ you will get 5 as the answer. And y equal to എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ d2 by d. That is d2 എന്ന് പറഞ്ഞാൽ -6 ആണ് ഡിവൈഡഡ് ബൈ d എന്ന് പറഞ്ഞാൽ -2 ആണ്. നെഗറ്റീവ് ക്യാൻസൽ ആയി പോയിട്ട് 6/2 ചെയ്താൽ കിട്ടും 3 എന്ന്. 5ഉം 3ഉമാണ് സൊല്യൂഷൻസ്. 5ഉം 3ഉം കൂടി കൂട്ടിയാൽ 8 5ൽ നിന്ന് 3 കുറച്ചാൽ 2. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് സൊല്യൂഷൻസ്. ഇതാണ് ക്രാമേഴ്സ് റൂൾ. ഓക്കെ അല്ലേ? ഇനി ഇതേ ക്രാമേഴ്സ് റൂൾ വെച്ചുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സൊല്യൂഷൻ ഇല്ലാത്തതും ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്ന 2 കേസുകളാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങൾ സെക്കൻഡ് കേസിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡി മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡി മാറ്റമുണ്ട്. ഡി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസ് 1 1 അടുത്തത് 2 2 ഡിറ്റർമിനൻ്റ് കണ്ടാൽ കിട്ടുന്നത് 1 × 2 2 -1 × 2 2 ആൻഡ് 2 - 2 ഈസ് ഈക്വൽ ടു 0. ആൻഡ് ദ തേർഡ് കേസ് ഓൾസോ ഡി ഈക്വൽ ടു നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 1 2 2 ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 1 × 2 2 -2 × 2 2 × 1 2 ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0. അവിടെയും ഡി 0 ആണ്, ഇവിടെയും ഡി 0 ആണ്. പിന്നെ മാറ്റം ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ D1 കാണുമ്പോൾ ഒന്നാമത്തെ കോളത്തിൽ 1 2ന് പകരം 8ഉം 16ഉം കൊടുത്ത് 1 2 ഇട്ടിട്ട് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 2 × 8 16 -1 × 16 16 അഥവാ 0 തന്നെ കിട്ടുന്നു. D2 കാണുന്ന സമയത്ത് ആ കാണുന്ന ഒന്നാമത്തെ കോളം 1 2 അതുപോലെ ഇട്ട് രണ്ടാമത്തെ കോളത്തിൽ 1 2ന് പകരമാണ് 8ഉം 16ഉം കൊടുക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് 1 × 16 16 -2 × 8 16 അഥവാ വീണ്ടും 0 കിട്ടുന്നു. അതായത് ഡി 0 ആകുന്നതിൻ്റെ കൂടെ അതേ സാധനം D1ഉം 0 ആവുകയാണ് D2ഉം 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും ഇൻഫിനിറ്റ് സൊല്യൂഷൻ. എന്താണ് ഇൻഫിനിറ്റ് സൊല്യൂഷനാണ് സിസ്റ്റത്തിന് എന്ന് പറയാൻ പറ്റും. ഇവിടെ D ≠ 0 ആണ്. ഇവിടുത്തെ കേസിൽ എന്താണ് D ≠ 0 ആണ്. D ≠ 0 ആവുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് D1 0 അല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് കേസ് D ≠ 0 ആണ്, D1 ≠ 0 ആണ്, D2 ≠ 0. ഈ D1 D2 0 ആയാലും പ്രശ്നമൊന്നുമില്ല, അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. D1 D2 സപ്പോസ് 0 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും വരിക. D1 D2 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം 0 ആകും, പ്രശ്നമൊന്നുമില്ല. D ≠ 0 ആണെന്നുണ്ടെങ്കിൽ x = സംതിങ് y = സംതിങ് എന്ന രീതിയിൽ ഒരു സിംഗിൾ സൊല്യൂഷൻ എന്താ പറയുക ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക എക്സിസ്റ്റ് ചെയ്യുക. ആ യുണീക്ക് സൊല്യൂഷൻ ആരാണ് x = 5 ആൻഡ് y = 3. ആൻഡ് ഹിയർ ഇവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഫസ്റ്റത്തെ ആ ഒരു ഇക്വേഷൻ്റെ ഡബിളാണ് സെക്കൻഡ് ഇക്വേഷൻ. മൊത്തത്തിൽ എന്താണ് ഡബിളാണ് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ മറ്റൊരു വെർഷനാണ് സെക്കൻഡ് ഇക്വേഷൻ. രണ്ടും സെയിം ആണ്. 2 വേരിയബിൾ എക്സും വൈയും ഉണ്ട്. പക്ഷേ രണ്ടും എന്താണ് ഒരേ ഇക്വേഷൻ തന്നാൽ അവിടെയുള്ള എക്സും വൈയും എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യുന്ന 1 7 1 7 കൂടി കൂട്ടിയിട്ടാണ് 0 8 8 0 4 4 ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷനാണ് അതിനകത്തുള്ളത്. ആ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കി D = 0 D1 = 0 D2 = 0 then we can say that it has infinite solution.
എന്നാൽ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്ത് D1 നമ്മൾ കാണുന്ന സമയത്ത് കാണുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റത്തെ കോളം 1 2 മാറ്റി പകരം 8 10 8 10 കൊടുത്ത് 1 2 കൊടുത്ത് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 × 2 16 മൈനസ് 1 × 10 10 ചെയ്താൽ എന്താ കിട്ടുക? 1 × 10 ചെയ്താൽ 16 അവിടെ 6 അവിടെ ആൻസർ കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? യു വിൽ ഗെറ്റ് 6 ആസ് ദ ആൻസർ. അതേപോലെ തന്നെ D2 നിങ്ങൾ കാണുന്നു, ഒന്നാമത്തെ കോളം 1 2 അതുപോലെ സെക്കൻഡ് കോളം മാറ്റി 8 10 കൊണ്ട് കൊടുത്താൽ കിട്ടുന്ന 1 × 10 മൈനസ് 2 × 8 അഥവാ 16 ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു -6. And you know D is equal to 0. Here D is equal to 0, but D1 is not equal to 0 and D2 is not equal to 0. Then that means it has no solution. എന്താണ്? It has no solution. അതിന് സൊല്യൂഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രാമേഴ്സ് റൂളിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് തേർഡ്. അതായത് 3 വേരിയബിൾസ് XYZ എന്ന് പറയുന്ന 3 വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ലെറ്റ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബി A1x + B1y + C1z = D1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. A2x + B2y + C2z = D2 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ A3x + B3y + C3z = D3 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. Then the solution of the system of equations will be x = D1/D and y = D2/D and z = D3/D as usual. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ D എന്ന് പറയുന്നത് ഈ കാണുന്ന എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കൂടെയുള്ള കോഎഫിഷ്യൻസ് ആയിട്ടുള്ള A1 B1 C1 അതാണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്ന A1 B1 C1. അടുത്ത ഇക്വേഷനിൽ നിന്ന് A2 B2 C2 അതാണ് നെക്സ്റ്റ് എഴുതുന്ന A2 B2 C2. അടുത്ത ഇക്വേഷനിൽ നിന്ന് A3 B3 C3 അത് 3 ചൂസ് ചെയ്താൽ A3 B3 C3. ആ ഒരു ഡിറ്റർമിനൻ്റ് കണ്ടാൽ കിട്ടുന്ന ആ ഒരു ആൻസർ ദാറ്റ് ഈസ് വാട്ട് D. അതാണ് ആര്? നമ്മുടെ D എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നൗ നെക്സ്റ്റ് D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒന്നാമത്തെ A1 A2 A3 എന്ന് പറയുന്ന ഒന്നാമത്തെ കോളം മാറ്റിയിട്ട് പകരം ആ സ്ഥാനത്തേക്ക് ഈ D1 അതുപോലെ തന്നെ ഈ D2 അതുപോലെ തന്നെ ഈ D3 അടങ്ങുന്ന D1 D2 D3 എന്ന ആ ഒരു കോളം എക്സ്ട്രാ നമ്മൾ ഒന്നാമത്തെ ഈ കാണുന്ന ഈ ഒരു സാധനത്തിന് പകരം വെച്ചാൽ D1 D2 D3 കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഇട്ട് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടാൽ കിട്ടുന്നതാണ് D1. രണ്ടാമത്തെ കോളത്തിലാണ് ഞാൻ ആ ആൾക്കാരെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു A1 A2 A3 C1 C2 C3 മാറ്റാതെ നടുക്കത്തെ B1 B2 B3 മാറ്റിയിട്ടാണ് D1 D2 D3 കൊടുക്കുന്നതെങ്കിൽ ആ ഡിറ്റർമിനൻ്റ് ആണ് D2. സെയിം വേ ആൻഡ് സെക്കൻഡ് കോളവും ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും മാറ്റാതെ തേർഡ് കോളം ഞാൻ മാറ്റിയിട്ട് D1 D2 D3 കൊടുത്താൽ ഇവിടെ ഫസ്റ്റത്തെ കോളം ഇവിടെ സെക്കൻഡ് കോളം ഇവിടെ തേർഡ് കോളം മാറ്റി D1 D2 D3 കൊടുത്താൽ കിട്ടുന്നതാണ് ആര്? D3. അപ്പോൾ നിങ്ങൾക്ക് D കിട്ടി, D1 കിട്ടി, D2 കിട്ടി, D3 കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്താൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം D1/D ആൻഡ് y = D2/D ആൻഡ് z = D3/D. ഇനി നേരത്തെ പറഞ്ഞ കഥകൾ തന്നെയാണ്, സെയിം കഥകൾ തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? D ≠ 0 ആണെങ്കിൽ then the system of equation is consistent with unique solution. And what is that unique solution? Consistent ആണ്, സൊല്യൂഷൻ ഉണ്ട്, ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ആരാണ് യുണീക്ക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ x = D1/D and y = D2/D and z = D3/D. ഈ രീതിയിൽ ചെയ്താൽ കിട്ടുന്ന എക്സും വൈയും സെഡും എന്താണോ അത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, D ≠ 0 ആയാൽ. ഇനി D = 0 ആയാൽ എന്താ പ്രത്യേകത? ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് D1 D2 D3 ഈ മൂന്നെണ്ണത്തിൽ ഈസ് നോൺ സീറോ. ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആയാൽ, ഇപ്പോൾ D1 D2 0 ആയി, D3 0 ആയില്ല, അല്ലെങ്കിൽ D1 0 ആയില്ല, D2 D3 0 ആയി, ഒരെണ്ണമെങ്കിലും 0 അല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ ഉറപ്പായിട്ടും അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, നോ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഈ D 0 ആവുന്നതിൻ്റെ കൂടെ D1 D2 D3 ഏതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ ആയിക്കൊണ്ട് 0 അല്ലാത്തതായിട്ട് വന്നാൽ സിസ്റ്റത്തിന് എന്തുണ്ടാവില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇനി D 0 ആവുന്നതിൻ്റെ കൂടെ D1 D2 D3 എല്ലാം 0 ആയാലോ? ദെൻ ഇക്വേഷൻ ഹാസ് സൊല്യൂഷൻ, കൺസിസ്റ്റൻ്റ് ആണ്. എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, കണ്ടമാനം സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ ദ ലാസ്റ്റ് കേസ് എന്താ പറയുന്നത്? if D is not equal to 0 and also D not equal to 0 ആണ്, D1 D2 D3 മൂന്നും 0 ആയി കഴിഞ്ഞാൽ D1 0 ആണ്, D2 0 ആണ്, D3 0 ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. അഥവാ എക്സും വൈയും സെഡും 0 ആയിരിക്കും.
എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. എക്സ് ഇക്വൾ ടു d1/d, വൈ ഇസ് ഇക്വൾ ടു d2/d ആൻഡ് സെഡ് ഇസ് ഇക്വൾ ടു d3/d. ഈ d നോട്ട് ഇക്വൾ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു സിംഗിൾ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കൺസിസ്റ്റൻ്റ് ആണ്, യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ആ ഒരു യൂണീക്ക് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഇക്വൾ ടു d1/d. അതിൽ d1 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 0 ഒരു നമ്പർ, ആൻസർ 0 ആയിരിക്കണം. d2 0 ആകുമ്പോൾ ആ ഒരു 0 ഡിവൈഡ് ബൈ ഒരു നമ്പർ ഇട്ടാൽ അതും 0 ആയിരിക്കും. d3യും 0 ആണ്, അപ്പോൾ 0 ഡിവൈഡ് ബൈ ഒരു നമ്പർ ഇട്ടാൽ അതും 0 ആയിരിക്കും. അപ്പോൾ എക്സും 0, വൈയും 0, സെഡും 0 എന്ന് പറയുന്ന എല്ലാം 0 ആയിക്കൊണ്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ട്രിവിയൽ സൊല്യൂഷനാണ്. എക്സും വൈയും സെഡും സൊല്യൂഷൻ 0 ആയാൽ അതിന് വിളിക്കുന്ന പേര്, സൊല്യൂഷനെ വിളിക്കുന്ന പേര് ട്രിവിയൽ സൊല്യൂഷൻ. എന്ന് വിളിക്കാം ട്രിവിയൽ സൊല്യൂഷൻ. ആൻഡ് വൺ മോർ തിങ്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സിസ്റ്റത്തിൻ്റെ ആ ഒരു കേസിൽ നിങ്ങൾ ആ ഒരു കൊണ്ടുപോയി കൊടുക്കുന്ന d1, d2, d3 എന്ന d1ഓ d2ഓ d3ഓ 0 ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ നേരത്തെ മുൻപ് ഞാനൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവിയൽ സൊല്യൂഷൻ്റെ കേസിൽ. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഈക്വട്ടിൻ്റെ അപ്പുറത്ത് മുഴുവൻ 0 0 0 എന്നായിരുന്നു. നോൺ ഹോമോജീനിയസിലാണ് 0 അല്ലാത്ത നമ്പേഴ്സ് കയറി വരുന്നത്. ഇവിടെ നോൺ ഹോമോജീനിയസ് കേസാണ്, പക്ഷേ ട്രിവിയൽ സൊല്യൂഷൻ വരാൻ കാരണം ഈ d1ഉം d2ഉം d3യും ഇത് മൂന്നും 0 ആയതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, സോ ഇത് നമുക്ക് പല സിറ്റുവേഷൻസിൽ ഇക്വേഷൻസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാനാണ് കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്രാമേഴ്സ് റൂളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടോ സൊല്യൂഷൻ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ കൂടുതലുപരി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഈ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഇത് ഈ ഒരു ലാസ്റ്റത്തെ d1 d2 d3 ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ കിട്ടുന്ന ഡിറ്റർമിനൻറ്റിൽ നോൺ 0 ആയിക്കൊണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ട് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള എണ്ണമാണ് കാര്യമായിട്ട് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, സൊല്യൂഷൻ കാണാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞാൽ ഓപ്ഷൻസിൽ എക്സ് വൈ സെഡ് വാല്യൂസിൽ ഇത് കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി. സൊല്യൂഷൻ കാണാൻ വേണ്ടി പറഞ്ഞു വെച്ചോളൂ. കുറേ 3 സിസ്റ്റം ഇക്വേഷൻസ് തന്നിട്ട് ഇതിന് സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ താഴെയുള്ള സൊല്യൂഷൻസിൽ എക്സും വൈയും സെഡും ഉള്ള വാല്യൂസ് കൊണ്ട് ഇട്ട് കൊടുത്ത് നോക്കുക. എക്സ് ഇക്വട്ട് ഇതാ കൊടുക്കുക, വൈ ഇക്വട്ട് കൊടുക്കുക, സെഡ് ഇക്വട്ട് കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 സിസ്റ്റത്തിനും സോൾവ് ചെയ്യാൻ 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൊല്യൂഷൻ. അത് സോൾവ് ചെയ്ത് പറയുന്നത് അതിനെ കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നേരെ കൊണ്ട് ഇട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി നിങ്ങൾ ചെയ്യുന്നത് സൊല്യൂഷൻ കാണാനാണ് പറയുന്നത്. എന്നാൽ ഇതിന് കേസ് അങ്ങനെ ചോദിക്കില്ല, എക്സ്പെക്ട് ചെയ്യേണ്ട. സൊല്യൂഷൻ്റെ എണ്ണമായിരിക്കും ചോദിക്കുക. എണ്ണം ചോദിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ടെക്നിക്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ.